ഹായ്, എൻ്റെ പേര് ആരതി. ഇതെൻ്റെ നാട് ചെങ്ങളം. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെയും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ SLCയിൽ എനിക്ക് ഫുൾ A+ ആണ്. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. ഈ ലോകത്തിലെ ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹം അച്ഛൻ്റെയും അമ്മയുടെയുമാണെന്ന് എല്ലാവരും പറയുമ്പോഴും ഞാൻ ഇതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ റിയാലിറ്റിയാണ്. ചെറുപ്പകാലം തൊട്ട് തന്നെ അച്ഛൻ ഇങ്ങനെ കിടപ്പിലാണ്. അനിയത്തിനെ 2 മാസം വയറ്റിലായിരുന്നപ്പോഴാണ് അപ്പയ്ക്ക് ഇങ്ങനെ രോഗം വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും അപ്പയ്ക്ക് മേലെങ്കിലും മനസ്സ് തളരാതെ തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. പലരും ആത്മഹത്യയൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഇപ്പോഴും അപ്പം ഞങ്ങൾക്ക് തണലായിട്ട് തന്നെ ജീവിക്കുകയാണ്. അന്നും ഇന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നോടും എൻ്റെ അനിയത്തിയോടും പറഞ്ഞിരിക്കുന്നത് പഠിക്കുക, പഠിച്ച് വലിയൊരാളാവുക എന്നാണ്. അത് ഞാൻ ഇന്നും ആ ഒരു വാക്കിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരാഗ്രഹം ഞാൻ പഠിച്ചു വളർന്നൊരു മൃഗ ഡോക്ടർ ആകുക എന്നാണ്. അത് ഞാൻ സാക്ഷാത്കരിക്കും. ഇവരുടെ ചെറുപ്പത്തിൽ എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല, കാഴ്ചക്കുറവില്ല. എൻ്റെ ഭാര്യ അന്നേരം 8 മണിക്ക് കഴിഞ്ഞാണ് ലോട്ടറി കഴിക്കാൻ തുടങ്ങി. ഞാനിവരെ കുളിപ്പിച്ച് ഒരുക്കുകയും ഇവരുടെ കിടിയെ ഒരുക്കി സ്കൂളിൽ വിടാനും ഒക്കെ ഞാൻ ഒരുക്കി കണ്ണൊക്കെ എഴുതി സ്കൂളിൽ വിടുന്നതൊക്കെ ഞാൻ. അന്നേരം ഞാൻ അവരുടെ മക്കളെ അച്ഛനെ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കാതെ പഠിച്ചു, വീട്ടിൽ വന്ന് പഠിച്ചോണെന്ന്. അപ്പം ഞാൻ നാമജയില്ല ഇവത്തെയൊക്കെ വിളിച്ചു കഴിഞ്ഞ് അവരോട് ഹോംവർക്കൊക്കെ എഴുതാൻ പഠിക്കാനുള്ള വഴി അവർ സ്കൂളിൽ വെച്ച് ഹോംവർക്കൊക്കെ എഴുതാനുള്ള തന്നെ സ്കൂളിൽ വെച്ചൊക്കെ തന്നെ എഴുതും. ബാക്കി എഴുതാത്തത് വീട്ടിൽ വന്ന് എഴുതും. വീട്ടിൽ വന്ന് വീട്ടിലെ പണിയെല്ലാം അവർ ചെയ്യും, വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. എന്നെക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ അവർ വരുമ്പോൾ ചെയ്ത് വെക്കും. അവരോട് പൈസയില്ല, പഠിപ്പിച്ച് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിച്ച് പഠിച്ച് അയാളെയൊക്കെ 100 കൊണ്ട് മൊത്തമൊക്കെ 198 കൊണ്ട് പഠിച്ച് ഈ 9ാം ക്ലാസ് വരെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടി. ഞാൻ 2 പേരോട് മുന്നേ ഫുൾ A+ നേടണം. നമുക്ക് നേടിയാൽ നമ്മൾ ജോലി കിട്ടിയാൽ നമ്മളെ കഷ്ടപ്പാടുകളൊക്കെ മറവുള്ളൂ. നിങ്ങൾ പിന്നെ നിലയിലെത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പോകുന്നത്. എന്നെ ദൈവം ഇത്രവുമല്ലാക്കിയത്. എന്നും ആരതി ഇവിടെ വന്ന് ലോട്ടറിയായിട്ട് വന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവിടെ വന്ന് എണ്ണ വാങ്ങിക്കും. അമ്പലത്തിലാണ്. അമ്പലത്തിൽ നിന്ന് വന്ന് എണ്ണ വാങ്ങിച്ച് അമ്പലത്തിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ ഓണറുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് എണ്ണ ചുമ്മാ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എണ്ണ എന്നും ചുമ്മാ കൊടുക്കുവാണ്. നല്ലതായിട്ട് പ്രാർത്ഥിക്കും. അവളെ അച്ഛന് വേണ്ടി അർച്ചനയൊക്കെ കഴിക്കും. അപ്പ പറഞ്ഞ ആഗ്രഹങ്ങളെ നേടാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ സ്വപ്നം കാണുന്നതാണ്. ജീവിതത്തിലെ നല്ലൊരു ഉയർന്ന കരിയർ നേടാൻ. വിധി എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ നേടുന്നവരെ ഞാൻ മുന്നോട്ട് പോകും, എൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ച്. ഞങ്ങളെന്നും ടിക്കറ്റ് വിൽക്കാൻ വരുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് ചെങ്ങളം കുന്നുംപുറം എന്നാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളെ പരിചിതമാണ്. എന്നാൽ ചിലരൊക്കെ വളരെ ദയനീയമായിട്ട് നോക്കും. എന്നാലും ഇതൊന്നും നാണക്കേടായിട്ട് കരുതാതെ ഞങ്ങളുടെ ചെറിയ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണിത്. ഇത് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും.
എനിക്ക് SLC പരീക്ഷ ആയിരുന്ന സമയത്തും ഞാൻ രാവിലെ അപ്പനോടെ കൊണ്ടാക്കിയിട്ടാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോരുന്നത്. അന്ന് എനിക്ക് 11:30 ആകുമ്പോൾ എക്സാം കഴിയുമായിരുന്നു. ആ സമയം കഴിഞ്ഞ് സ്കൂൾ ഇവിടെ അടുത്താണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് അപ്പയുടെ ലോട്ടറി ഒന്നും തീർന്ന് കാണത്തില്ലായിരിക്കും. അപ്പോൾ ബാക്കി ലോട്ടറി ഇവിടെ നിന്ന് വിറ്റിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബാക്കി സ്റ്റഡി ലീവൊക്കെ ഞാൻ വീട്ടിലാണ്, അല്ലാതെ പരീക്ഷ ഉള്ള ദിവസങ്ങളെല്ലാം രാവിലെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ലോട്ടറി വിൽക്കാൻ തുടങ്ങിയതാണ്. അതുവരെ അച്ഛയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു, കടപ്പിൽ തന്നെയായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സൊക്കെ ആയപ്പം ലോട്ടറി വിൽക്കാൻ തുടങ്ങി. ഇപ്പം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ന്യൂസ് വന്നാണേലും അങ്ങനെയാണേലും എല്ലാവരും ഇപ്പം ലോകം മൊത്തം അറിഞ്ഞു തുടങ്ങി. എല്ലാവരും അത് കണ്ട് ലോട്ടറിയൊക്കെ എടുക്കാൻ വരാറുണ്ട്. ചിലരൊക്കെ പറ്റാവുന്നത് സഹായം ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ഈ കുട്ടികളെ ഒരു 6 വർഷമായിട്ട് അറിയാവുന്നു. രാവിലെ തള്ളിക്കൊണ്ട് വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലത്തിൽ പള്ളിയുടെ അവിടെ കൊണ്ട് വെച്ചിട്ടാണ് സ്കൂളിൽ പോണത്. പിന്നെ അവിടെ ഇരിക്കും, ആഹാരമൊക്കെ ആരും മേടിച്ചു കൊടുക്കും. അവരുടെ ജീവിതം എന്ന് വെച്ചാൽ ലോട്ടറി വെച്ച് പിള്ളേരെ ഇടയ്ക്ക് പഠിത്തം ഇല്ലാത്തപ്പോഴത്തേക്ക് ആ പിള്ളേരാണ് കൂടെ നിൽക്കുന്നത്. തീരെ സാധുവാണ്, ഒരു മാർഗവും ഇല്ല. പിന്നെ കുട്ടികളെ എടുക്കൊണ്ടാണ് അവർ കഴിയുന്നത്. അല്ല എങ്ങനെ ജീവിക്കുന്നത്? പുള്ളിക്ക് പണിക്ക് പോകാനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പുള്ളിക്ക് ഒന്നും പറ്റത്തില്ല. സൈക്കിളിൽ ഇങ്ങനെ ഇരിക്കുവാന്നല്ലാതെ വേറെ ഒരു മാർഗവും. ഏറ്റവും ഉപരി അവരെ പറ്റി പറയാനെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ പഠിത്തത്തിൽ അതിഗംഭീരമാണ്. ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ അറിയുന്ന കുട്ടിക്ക് 100% മാർക്കോളം ഉണ്ടെന്ന് അറിയപ്പോൾ ഫുൾ A+. കുടുംബത്തിനോടുള്ള ആത്മാർത്ഥതയും അച്ഛനോടും അമ്മയോടുമുള്ള ആ ആത്മാർത്ഥതയും ആ അച്ഛനായാലും അമ്മയ്ക്കാണെങ്കിലും ഈ മക്കൾ വഴിയേ ഉള്ളൂ രക്ഷപ്പെടാനൊരു അവസരമുള്ളൂ. ഇന്നത്തെ കുട്ടികൾ വഴിപഴിച്ച് ഒത്തിരി പോകുന്നുണ്ട്. മറ്റുള്ള പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു പ്രചോദനം തന്നെയാണ്. എനിക്ക് ആ കുട്ടികളെ അതുപോലെ ഇഷ്ടമാണ്. എൻ്റെ കുട്ടികളെ പോലെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ. നല്ലതായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പിള്ളേരാണ്. അവരെ ദൈവം തമ്പുരാൻ ഒരിക്കലും കൈവിടത്തില്ല. നമ്മളും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അവരെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ബ്രില്യൻ്റ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ലൊരു ഉപകാരമാണ് അവർക്ക്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊച്ചു രക്ഷപ്പെട്ടു വരും. ബ്രില്യൻറ്റിന് ഒരു സല്യൂട്ട്. വിധി എന്തു തന്നെയാണെങ്കിലും അത് തീരുമാനിക്കുന്നത് നമ്മളാണ്. നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിക്കും. പ്രതിസന്ധികൾക്കിടയിലും ഞാൻ സ്വപ്നം കണ്ടു, നന്നായി പഠിച്ചു, ആഗ്രഹിച്ചതുപോലെ SLC എക്സാമിൽ മിന്നുന്ന വിജയം നേടി. ഒരു വശത്ത് തളർന്നു കിടക്കുന്ന അച്ഛൻ്റെ വേദന, മറുവശത്ത് അന്നന്നത്തെ അന്നത്തിനായി ലോട്ടറി ടിക്കറ്റുകൾ വിറ്റുള്ള വരുമാനം. ഇതിനിടയിലും ഞാൻ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പഠിച്ചു. എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മ അനിയത്തി മാത്രമല്ല, വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട്. നമുക്ക് അവരൊന്ന് കണ്ടാലോ? ഇവരാണ് ഞങ്ങളുടെ ലോകം. എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഈ മിണ്ടാപ്രാണികളോട് സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. ഇവരെയൊക്കെ നോക്കേണ്ടതുകൊണ്ടാണ് എനിക്കൊരു വെറ്റിനറി ഡോക്ടറാകാൻ ആഗ്രഹം. അങ്ങോട്ട് നോക്കൂ, കാത്തു, നേരെ നേരെ നേരെ. ഒരു ഡോക്ടർ ആകണമെങ്കിൽ നീറ്റ് എക്സാം എഴുതണമെന്നും അതിന് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് സീറ്റിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കാമെന്നും എനിക്കറിയാം. ഇനി +1 +2 പഠിക്കുമ്പോൾ എൻട്രൻസ് കൂടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് എൻട്രൻസ് മേഖലയിലെ ഒരുപാട് റിസൾട്ടുള്ള ബ്രില്യൻ്റ് എന്നെ തേടിയെത്തുന്നത്. എനിക്ക് നല്ല ഭാവി ഉണ്ടാകുന്നവരെ കൂടെ നിൽക്കുമെന്നും പറഞ്ഞു. നനയുകയോ മനമെങ്ങോഴുകയോ
പാതി തളർന്ന ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചം വീശിയതുപോലെയാണ് ബ്രില്യൻറ്റിൻ്റെ ഈ വരവ്. അങ്ങനെ ഞാനിപ്പോൾ ബ്രില്യൻറ്റിൻ്റെ വിദ്യാർത്ഥിയായി. കരുതലായി കണ്ണിലലിവുമായി വന്നുവോ അരികെ. തളർന്നു പോയവർക്കും ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും എൻ്റെ വിജയം ഒരു പ്രചോദനമാവട്ടെ. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും മറികടക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ നല്ല ഭാവിക്കായി എന്നെ ചേർത്ത് നിർത്തിയ ബ്രില്യൻറ്റ് ഫാമിലിക്ക് നന്ദി. നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.